ഇതില് കേറി പറ്റാനുണ്ടായ ഒരു കാരണം അല്ലെങ്കിൽ ഇന്നും കിടക്കും ആ കിടപ്പുള്ളൂ. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഒരു സ്വപ്നം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട് ഉണ്ടാവില്ലായിരുന്നു. നമ്മളിപ്പോ ഒരു അപേക്ഷയായിട്ട് പോലും പുള്ളി പാർട്ടി ചോദിക്കണല്ല. അപ്പൊ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു MLA വി.ഡി. സതീശൻ മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പറവൂരിലെ വസതിയാണിത്. കഴിഞ്ഞ 2-3 ദിവസമായി പറവൂർ നിയമസഭാ മണ്ഡലവും അവിടുത്തെ ജനപ്രതിനിധിയായ വി.ഡി. സതീശനും അദ്ദേഹം 2018 ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയുമാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പദ്ധതിയിൽ ക്രമക്കേടുണ്ടെന്നും അതിൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിജിലൻസിന്റെ ശുപാർശ സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും അത് വലിയ വാർത്തയാവുകയും ചെയ്തിരിക്കുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള കാര്യത്തിൽ പറവൂരിലെ ജനങ്ങൾക്ക് സംശയമില്ല. ഒപ്പം തന്നെ ഈ പുനർജനി പദ്ധതിയിൽ ആളുകൾക്കൊന്നും തന്നെ വീട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ CPM നേതാക്കൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പറവൂരിലെ സാധാരണ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഇത് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയിൽ കിടന്നിരുന്നതാണ്. അപ്പോൾ MLA ഇന്ന് പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അത് ഇത്രയും എല്ലാം ശരിയാക്കി തന്നു. അങ്ങനെ ഉണ്ടായത്. പിന്നെ പ്രായമായ ആളായി കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടുകളായി. ചെയ്യാനും എടുക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയിൽ പോയി. അത് എന്താണെന്ന് ഇത് കൊടുത്തതാണ് പഞ്ചായത്തിൽ. കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കത് ശരിയാക്കി തന്നില്ല. ശരിയാക്കി എന്നും പറഞ്ഞിട്ട് മോളുടെ സ്വർണം ഉണ്ടായത് കൊണ്ടുപോയി. അപ്പം പറഞ്ഞ് തറ കെട്ടണമെന്ന് പറഞ്ഞു. തറ കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ തറ കെട്ടിയാലാ ശരിയാക്കി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തറ കെട്ടിയിട്ട് 1 മാസം കഴിഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇല്ല. അങ്ങനെ അപ്പം അത് ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ MLA അടുത്ത് ഞങ്ങൾ ചെന്ന് ആവശ്യപ്പെട്ടു. അന്ന സമയത്ത് ഇത് വളരെയധികം വിഷമത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഷെഡിൽ ഒരു ഷെഡ്, അത് ഈ 5 പേർക്ക് അതിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു 2-3 കൊല്ലം അതിൽ കിടക്കേണ്ടി വരും. ശരിയാക്കി MLA ശരിയാക്കി തന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ദിവസം എൻ്റെ ആങ്ങളെ പാർക്കണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് TV നോക്കിയിരുന്നപ്പോൾ MLA ഇതൊക്കെ പറഞ്ഞിട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം ഞാനിവിടെ വന്ന് പിള്ളേരോട് പറഞ്ഞു, ഇങ്ങനെ ഒക്കെ പറയുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് കഷ്ടമാണ് ഇങ്ങനെ കേൾക്കണത്. ഞങ്ങൾക്ക് നല്ല അഭിപ്രായം. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ കുട്ടിപള്ളിക്കാട് അമ്പലത്തിലാണ്. അവിടെ വരുന്ന സമയത്തൊക്കെ ഇപ്പോൾ കുറേ ദിവസമായിട്ടേ കാണാതെ ഉള്ളു. അവിടെ വരുമ്പോൾ ഞങ്ങൾ വർത്തമാനം പറയാറും ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടും പറയാറൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് സഹായം മാത്രം ഉണ്ടായിട്ടുള്ളൂ, ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് നല്ല അഭിപ്രായമായിട്ട് മാത്രം കാണുന്നുള്ളതാണ്. എന്ന് ഒടുങ്ങി അവസാനം വരെ അവിടെ വെച്ച് കണ്ടാൽ പോലും അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് കരുതിപ്പോൾ. ഇങ്ങനെ ഇതുപോലെ ഇതിൽ കയറി പറ്റാനുണ്ടായ ഒരു കാരണം MLA, അല്ലെങ്കിൽ ഇന്നും കിടക്കും ആ കിടപ്പുള്ളൂ. വീഴാൻ നിന്നിരുന്ന പേര് ഇത്രയെല്ലാം ചെയ്തിട്ട് ഇങ്ങനെയാണില്ല എന്നുള്ളൊരു വിഷമം. അതാണ് അത്രയും അതപ്പതിഞ്ഞ് അങ്ങ് കിടക്കുന്ന സമയത്ത് തരൂല എന്ന് വരെയും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞാൻ ശരിയാക്കി തരാമെന്ന് ഞങ്ങളോട് വാക്ക് തന്നു. അത് ഇന്നേ വരെ അങ്ങനെ തന്നെ നീങ്ങാൻ പോകും. ആദ്യം ഒരു ചെറിയൊരു ഷീറ്റിൻ്റെ ഒരു വീടായിരുന്നു. എനിക്ക് നടു കംപ്ലൈൻ്റ് ആയിട്ട് 1 വർഷം തളർന്ന് കിടക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയൊരു കട, തട്ടുകട പോലെ എടുത്തിട്ട് ഞാനും വൈഫും കൂടിയാണ് ആ കട നടത്തി വെച്ചത്. അന്നേരത്താണ് ഇങ്ങനെ പുനർജനി പദ്ധതിയിലോട്ട് കൊടുത്തത്. ആ വെള്ളപ്പൊക്കത്തിന് ആ ഷെഡ് ഉണ്ടായത് പോവുകയും ചെയ്തു. പിന്നെ ഇവിടെ ഒരു തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതിനകത്ത് കൊടുത്തിട്ടാണ് കിട്ടിയത്. സർക്കാരിൻ്റെ പദ്ധതി അവർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അതിങ്ങനെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പെൻഡിങ് പറഞ്ഞ് അങ്ങനെ അതിനു വേണ്ടി അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് ഇങ്ങനൊരു പദ്ധതിനെ പറ്റി കേട്ടത്.
പുനർജനി എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ മെമ്പറായിരുന്നു ബിൻസി എന്നും. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തത്. ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സ്വപ്നം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട് ഉണ്ടാവില്ലായിരുന്നു. ഒരു അഴിമതി തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപയാണ് അന്നവർ ഈ പദ്ധതിക്ക് വേണ്ടി പറഞ്ഞേക്കണം. നിങ്ങളൊരു വീട് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് നമുക്കൊരു വിഷമമുണ്ടെന്ന്. സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു പദ്ധതി ഇല്ലെങ്കിൽ, ഇപ്പം എൻ്റെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരു വീട് പോലെ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ അന്നും ഇന്നും പറയും, എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇതിലിപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 5 ലക്ഷം രൂപക്ക് ഇങ്ങനത്തെ ഒരു വീട് കയറ്റുക എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എന്തെന്നാണ് ചെയ്യാൻ പറ്റണത്. ഞങ്ങൾ അന്ന് ഇതുപോലെ ഒരു വിവാദം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പറവൂര്. അപ്പം ഞാനും വൈഫും കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് കണ്ടതാണ് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ. നാളെ ഒരിക്കലും ഒരാൾക്ക് ഇതുപോലത്തെ ഒരു പദ്ധതികളിൽ കൂടി ഒരു വീട് പാവപ്പെട്ടവർക്ക് ഇങ്ങനത്തെ ഒരു ഇതിലാണ് വീട് ലഭിക്കുന്നത്. അതില്ലാതാകും എന്നുള്ളൊരു ഇതുണ്ട്. നിങ്ങളിത് നോക്കിയാൽ മതി, ഞാൻ ബോർഡ് വരെ മാറ്റിയിട്ടില്ല. എനിക്ക് കിട്ടിയേക്കണ എന്നോട് പല ആൾക്കാരും പറഞ്ഞു അത് പിന്നെ മാറ്റാം, 5 വർഷം കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്കതിലൊരു നാണക്കേട കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ കിട്ടിയെന്ന് പറയാൻ വേണ്ടി. ഞാൻ ആ ബോർഡ് വരെ മാറ്റിയിട്ടില്ല. ഇത്ര വർഷം, ഇപ്പോൾ ഒരു 6 വർഷത്തോളമായിട്ടുണ്ട് വീട് കിട്ടിയിട്ട്. അപ്പം അതിൻ്റേതാണ് ഇവരാണ് സ്പോൺസറായിട്ട് തന്നത്. ഞങ്ങളുടെ പദ്ധതി തന്നെ എനിക്ക് തോന്നുന്നു 8 പേരാണ് ആ ഒരു ഇതിൽ ഉണ്ടായിരുന്നു വെച്ചതെന്ന് തോന്നുന്നു. 8 പേർക്കാണ് ഇതിൽ വന്നേച്ചത്. ഞാൻ കൊടുത്തപ്പോൾ ഇതുപോലെ ഒരുപാട് കിട്ടിയിട്ട് പറഞ്ഞ ഇതായിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ ചിറ്റാറ്റേരെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പം അമേരിക്കൻ കമ്പനിയുടെ ഇട്ടെന്ന് പദ്ധതി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിൽ 8 വീടുണ്ട്. ഇതേപോലെ ഒരുപാട് ഗോത്രത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് വീടുകൾ. അതങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഇതിൽ തന്നെ നമ്മൾക്ക് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഈ 5 ലക്ഷം രൂപയിൽ ഇതിലെന്തെന്നാണ് എടുക്കാൻ പറ്റുക. ഒരു വീട് പണിയുമ്പോൾ നമ്മൾക്ക് എത്ര ചിലവുണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഞങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ ആദ്യമേ ഭയങ്കര വിഷമമായിരുന്നു. ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഇങ്ങനെ ചെയ്യണമെന്ന് കേട്ടിരുന്നത് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, എന്തുണ്ടെങ്കിലും ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയേക്കണേണ്, ഞങ്ങൾ ജെന്യൂനായിട്ട് ഞങ്ങൾ പറയാൻ തയ്യാറാണ്. നമുക്ക് കിട്ടിയേക്കണതിൻ്റെ ഇത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് വീട് തന്നെ ഉണ്ടാവില്ലായിരുന്നു. അത് ആയിക്കോല്ല, അതെന്തായാലും അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകണം അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇങ്ങനെ ഒരു ഇത് വരേണ്ട കാര്യമില്ലല്ലോ. അത് അന്ന് വന്നപ്പോഴും ഞങ്ങളിത് അവിടെ വന്ന് ഇതിനെപ്പറ്റി പറഞ്ഞത് ആ റാലിക്കൊക്കെ പങ്കെടുത്തു. നമ്മൾക്കത് ജെന്യൂനാണെന്ന് തോന്നിയിട്ടാണല്ലോ ഞങ്ങൾ വന്നത്. നമ്മളെന്ത് സാറിനെതിരായിട്ട് എന്ത് വന്നാലും ഞങ്ങളത് വന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താവശ്യമാണ് വിളിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു അഴിമതിയില്ലാന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ബാധിക്കില്ല, സാധാരണക്കാർക്ക് മനസ്സിലാവില്ലേ, ഇത് കണ്ടാൽ പോലും ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ സാറിനെ അറിയാവുന്ന ആൾക്കാരാണ് ഉള്ളതല്ല, എല്ലാവരും സാറിന് സപ്പോർട്ടിങ് തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാറിന് ഇതുകൊണ്ടൊന്നും വരാൻ പോണില്ല. വിവാദങ്ങളെ കുറിച്ച് എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ MLA വിവാദങ്ങളിൽ പെടുന്ന ഒരാളല്ല. കാരണം പുള്ളി നേരിട്ട് പൈസ മേടിച്ചിട്ടല്ല ഈ ഭവനം തന്നെ തന്നേക്കണത്. അതായത് ഒരു സ്പോൺസറിനെ കണ്ടെത്തിയിട്ട് തിരുവല്ലയിലുള്ള ഒരു മലങ്കര യാക്കോ സഭ ഉണ്ടല്ലോ, ആ സഭ നേരിട്ട്, അത് പുള്ളിക്ക് പോലും അറിയില്ല എത്ര രൂപക്കാണ് ഇത് ഈ വീട് പണിതെന്ന, എത്ര രൂപ ഇതിന് ചിലവായെന്ന ഒന്നും പുള്ളിക്കറിയില്ല. അവർ നേരിട്ട് വന്നിട്ട് അവരുടെ എഞ്ചിനീയർ, ആ പള്ളിയുടെ ആ ഇടവകയില അവർ തന്നെ എഞ്ചിനീയറെ നിർത്തിയിട്ട് പണിതതാണ്. പണിത് കഴിഞ്ഞിട്ട് താക്കോൽദാനത്തിന് മാത്രമാണ് അദ്ദേഹം വന്നത്, MLA വന്നത്. പുള്ളിക്ക് ഇത് എത്ര രൂപക്കാണ് പണിതെന്ന, അല്ലെങ്കിൽ എത്ര രൂപയായെന്ന ഒന്നും പുള്ളിക്കറിയില്ല. കാരണം നേരിട്ടാണിത്. പള്ളി ഇടവക അവിടുത്തെ പള്ളിയായിട്ട് ബന്ധിക്കുന്നത് പുള്ളിയാണ്. ഏതൊരു ദൈവത്തിൻ്റെ ദൂതനെ പോലെയാണ് പുള്ളി. ഞങ്ങൾക്കൊക്കെ അത് തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ ദൂതനെ പോലെ ഒരു ആളെ ഇറക്കി വിടും. ഞങ്ങൾ അത്രയും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യരാണ്. ഞങ്ങൾ ദൈവത്തെ ബന്ധക്കോസ്ത കൂടിയാണ്. അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ വീട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോൾ ഇവിടുത്തെ അന്നത്തെ മെമ്പർ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഈ വീട് കിട്ടാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് 4 ലക്ഷം രൂപ അനുവദിക്കാൻ വേണ്ടി ഒരുപാട് പണിപ്പെട്ടു പുള്ളി. പക്ഷെ പാർട്ടി അത് അനുവദിച്ചില്ല. ഇവിടുത്തെ ലോക്കൽ പാർട്ടിക്കാർ അനുവദിച്ചില്ല. എന്നിട്ട് കമ്മീഷനെ വെച്ചിട്ട് ഒരു സെക്രട്ടറി, മെമ്പറും സെക്രട്ടറിയും കൂടി ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതാണ് വീടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, വീട് ഇത് തന്നെയാണ്.
പുള്ളി ഈ പുറത്ത് നിൽക്കുകയാണ്, വഴിയിൽ നിന്നിട്ട് പറഞ്ഞു വീടിന് കേടൊന്നും കാണാനില്ലല്ലോ. മെമ്പറുണ്ട് കൂടെ, സത്യസന്ധമായിട്ടാണ് ഈ പറയുന്നത്, മെമ്പറുണ്ട് കൂടെ. അപ്പോൾ ഇതേ വെള്ളപ്പൊക്കം വന്ന് കയറിയതായിട്ട് യാതൊരു തെളിവ് ഇതിന് കാണില്ല. ഇത് അടിത്തറ ഉൾപ്പെടെ ഒലിച്ചു പോകണമെന്ന് നമുക്കൊന്നും ചെയ്യാം. അതായത് അന്ന് 1.5 ലക്ഷം പാസ്സായത് അവിടെ ബോർഡിലിട്ടിരുന്ന് വെച്ചത്. അങ്ങനെ രണ്ടാമത് അപേക്ഷ നോക്കാൻ പറഞ്ഞിട്ട് പിന്നെ അത് ഒന്നുമില്ല നമുക്ക്. അങ്ങനെയാണ് ഒരപേക്ഷ ഇവിടെ കൊണ്ടുപോയി വെക്കണതും MLA ഓഫീസിൽ കൊടുക്കണതും. പള്ളിയാണ് ഞങ്ങൾ വിളിക്കണത്, പള്ളിയിൽ നിന്നാണ് വിളിക്കണത്. അവിടെ നിന്ന് വിളിച്ചിട്ട് ഈ ആദ്യമില്ല ഇല്ല, അതിനുള്ള ഇല്ല, നിങ്ങൾക്കില്ല, ഒരാൾക്ക് മാത്രമാണ് പാസ്സായെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ MLA ചെല്ലുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടി ചെല്ലുമ്പോൾ MLA വിളിക്കുകയാണ്, അവർക്ക് എന്തായാലും കൊടുക്കണം. അച്ഛനെ വിളിച്ചിട്ട്, അവിടുത്തെ ഡയറക്ടറെ വിളിച്ചിട്ട് എന്തായാലും ഒരു ഭവനം കൊടുക്കണം, അത് കാലിന് വയ്യാത്തതും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങേര് വിളിച്ച് പറഞ്ഞതെന്നല്ലാതെ പിന്നെ ഞങ്ങളെ വിളിച്ച് അവിടെ പള്ളി രണ്ടാമത് വിളിച്ച് MLA വിളിച്ചതിന് ശേഷം ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ തിരുവല്ല ഇതിൽ നിന്ന് മലങ്കര സൂര്യാനി സഭ, മാർത്തോമ സഭ. അപ്പോൾ അവിടെ നിന്ന് അവർ വന്ന് കാലത്ത് വന്ന് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ഉടൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഈ വീട്ടിൽ പാർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളെ ഈ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാടക ചോദിച്ചോ, പിറ്റേ ദിവസം തന്നെ നമുക്ക്. അങ്ങനെയാണ് MLA അവർ പറഞ്ഞതിന് ശേഷമാണ് MLA ഇതിന് അവർ പറഞ്ഞ് ഇന്ന ദിവസം കല്ലിടാൻ ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ MLA വന്ന് അങ്ങനെയാണ് പറയണത്. അങ്ങനെയാണ് പുള്ളി വന്നത്. പിന്നെ വന്നതെന്ന് പറഞ്ഞിട്ട് ഈ താക്കോൽ തരം, അതായത് അവിടുത്തെ എഞ്ചിനീയർ അവർ തന്നെയാണ് ക്യാഷിൻ്റെ മുഴുവൻ ഇടപാടുകളും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ സ്ഥിരമായിട്ട് വീട് പണിയുടെ ഇതിൽ വേറെ കാലിന് വയ്യല്ല, ഇവിടെ വന്നിരിക്കും. അപ്പോൾ ആ സാറിനായിട്ട് സംസാരിക്കും. അപ്പം ഇത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു MLA ശരിക്കും കരിവാരി തേക്കാനാണെന്നുള്ള ഇതാണ്. പെട്ടെന്ന് ഇത്ര ഒരു നമുക്ക് തന്നെ ഒരിക്കലും വിശ്വസനീയമല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തട്ടിപ്പാണെന്നുള്ളതാണ്. ഞാൻ മറ്റുള്ള രാഷ്ട്രീയം പറയണതല്ല, രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇലക്ഷനാണല്ലോ. അപ്പം രാഷ്ട്രീയത്തിൻ്റെ ഒരു കളിയായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. ഇവിടെ ഒന്നും അതൊന്നും ചോദിച്ചൊന്നുമില്ല. ജനങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പം ഈ ഇലക്ഷന് വന്ന് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ സംഗതി ഇവിടെ ഇടതുപക്ഷോട് ജയിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവിടെ ബാധിക്കൊന്നുമില്ല. നിയമസഭയിലേക്ക് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാനല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 40,000-30,000 ഇടയ്ക്ക് അല്ലെങ്കിൽ 40,000 വരെ ആകാം ഭൂരിപക്ഷം. അവിടെയൊന്നും ഒന്നും മേശൊന്നുമില്ല. ഈ പറവൂര് നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ഞാനിപ്പോൾ ഒരുപാട് പേരായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഷൈന് ഇപ്പം ജയിച്ചത് നമുക്കറിയാം. നമ്മുടെ MP ആയിട്ട്, നമ്മുടെ ഹൈബീഡനായിട്ട് ജയിച്ചതൊക്കെ നിന്നതൊക്കെ നമുക്കറിയാമല്ലോ. 1,00,000 മേലെ ജയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പൊട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഹൈബീഡൻ പൊട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായി നമുക്കത് നേരെ കാണാൻ സാധിച്ചല്ല. നമുക്ക് എത്ര ലക്ഷം വോട്ടിനാണ് തോറ്റത് അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റൂല ഹൈബീഡൻ ജയിച്ചതിൻ്റെ വിജയം. പിന്നെ ഇപ്പം ഇനി ഷൈനല്ല, ഏത് സ്ഥാനാർത്ഥി വന്നാലും അത് പറവൂർ നിയോജക മണ്ഡലത്തെ ബാധിക്കില്ല. ഈ VD സതീശൻ നിന്നാൽ ഈ നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 21,000-20,000 മേലെയാണ് എന്നാണ് എൻ്റെ തോന്നൽ. അപ്പം ആ വോട്ടിനും ഡബിൾ ഇരട്ടിയായി വിജയിക്കും. ജനങ്ങൾക്ക് അത്ര നല്ല പ്രവൃത്തികളാണ്. കാരണം അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പോയാൽ തന്നെ നമുക്കറിയാവുന്നുള്ളൊരു കേസാണ്. അതിവിടെ ആരാണ് പറയണത്? ഇവിടെ നിന്ന് ഒരാളും വന്ന് പറയണില്ല. CPM-കാർ വന്ന് പറയണ. കാരണം ഇവിടെ കിട്ടിയേക്കുന്ന വീടുകളൊക്കെ മിക്ക വീടുകളും ഈ പുനർജനിയിൽ കിട്ടിയേക്കുന്ന വീടുകളാണ്. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾക്ക് ചില വീടുകൾ, പൊളിഞ്ഞു പോയ വീടുകൾക്ക് സർക്കാർ കൊടുത്തേക്കുന്ന 60,000 രൂപയാണ്. നിങ്ങൾക്കറിയാമല്ലോ, 60,000 രൂപക്ക് ഒരു വീട് അതിൻ്റെ തറ പോലും പണിയാൻ പറ്റും. പക്ഷേ അത് വെറും കള്ളപ്രചരണമാണത്. ശരിക്കും കള്ളപ്രചരണം തന്നെയാണത്. കാരണം ഇവിടുത്തെ മെമ്പർക്കറിയാം, മെമ്പർ LDF-ൻ്റെ മെമ്പറായിരുന്നു. ഇത് പോരുമ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടാ. ഇവിടെ ഈ പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ
കുറേ കഷ്ടങ്ങൾ പുള്ളി കത്തി കൊണ്ട് ചില ടി വി ഒക്കെ കളിച്ച് ഒന്നും കൂടി ഇത് കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി പക്ഷേ പാർട്ടി സമ്മതിച്ചില്ല. പാർട്ടി നമ്മൾക്ക് കിട്ടരുത് കൊടുക്കരുത് എന്നുള്ള ഒരു ഇത് പാർട്ടി, കാരണം നമ്മൾ പാർട്ടിയിൽ പ്രചരണത്തിന് ഇറങ്ങി അങ്ങനെ നടക്കാറില്ല. പക്ഷെ അവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം. ഞാൻ വന്നു കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾക്ക് ഞാൻ ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയില്ല. നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യുന്ന സഹായത്തിനല്ലേ നമ്മൾ മറുപടി നൽകണത് അല്ലേ. നമുക്ക് എന്ത് സഹായവും കാണി ചെയ്തതാണ്, പാർട്ടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ LDF ചെയ്തിട്ടുണ്ട്. അത് ചെയ്തേക്കുന്നതൊക്കെ കോൺഗ്രസ്സാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇവിടെ വീടിൻ്റെ ഈ സ്ഥലത്തിൻ്റെ വിഷയങ്ങളായാലും ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് പാലിയത്ത് വകയായിരുന്നു. പാലിയത്ത് വകയെന്ന് പറഞ്ഞാൽ അന്നൊരു നിയമം ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കാരണം അത് നമ്മുടെ പേരിലോട്ടാക്കി കിട്ടി. അല്ലെങ്കിൽ ഇത് കരോടക്കാതെ ഇന്നും ഇവിടെ തന്നെ കിടന്നാണ് ഞങ്ങൾ ഒരു വാടകക്കാരായിട്ട്. അതും ഈ VD സതീശൻ മുഖേനയാണ് അവിടെ ചെന്ന് പറയും, പിന്നെ ഈ വില്ലേജ് ഓഫീസിൽ വിളിച്ച് പറയും. പുള്ളി പറഞ്ഞതിന് ശേഷമാണ് ഇത് കരോടച്ച് കിട്ടിയത്. അപ്പം ശരിക്കും ഈ പ്രചരണമൊന്നും ഇവിടെ ഒന്നും ഏക്കാമോണൊന്നുമില്ല. ഇത് കോൺഗ്രസ് VD സതീശൻ തന്നാൽ ഞാൻ പറയല്ലേ 30-ന്റെ 40 കഴിഞ്ഞു പോയാലുള്ളൂ ഭൂരിപക്ഷം. അത്രയും ഭൂരിപക്ഷം വർദ്ധിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. അത് ഞാൻ വെറുതെ ഒരു ചാനലിന് വേണ്ടി അല്ല മറ്റുള്ള ഇതിനു വേണ്ടി പറയണല്ല. നമുക്കൊരു വിശ്വാസമുണ്ട്. അത്ര ജനപിന്തുണയുണ്ട്. ജനപിന്തുണയുള്ള നേതാവ് തന്നെയാണ്. ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു നേതാവാണ്. ഇപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും പുള്ളിനെ ചെന്ന് കണ്ടാൽ അത് നമുക്കത് നടത്തി തരാൻ പറ്റിയതാണെങ്കിൽ പുള്ളി അത് നടത്തി തന്നിരിക്കും. അത് ഷുവറായുള്ള കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങളൊക്കെ വെറും തള്ളിക്കളയും, ജനം പുച്ഛിച്ച് തള്ളും. ഇപ്പം തന്നെ പലരും പറയണത് ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നുള്ള ഇതാണ് ജനങ്ങൾ. ഒരു മിക്ക ആൾക്കാർ, അത് കോൺഗ്രസ്സുകാരല്ല അല്ലാത്തവരും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇവിടെ ഈ പദ്ധതിയിൽ ഒരെണ്ണം ഇതും തിരുവല്ല എന്നുള്ളത് 2 എണ്ണമാണ് കിട്ടിയേക്കണം. ഒരെണ്ണം ഭക്ഷണത്തിൽ, അത് ഇടതുപക്ഷത്തിൻ്റെ കുടുംബമാണ്. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവനിവിടെ ടൈലിൻ്റെ പണിയൊക്കെ അവനാണ് ചെയ്തത്. എടുത്തോട്ട് അല്ലാതെ കോൺഗ്രസിന് മാത്രമായിട്ടല്ല, പുള്ളി പാർട്ടി ചോദിക്കണില്ല. നമ്മളിപ്പോൾ ഒരു അപേക്ഷയായിട്ട് വരുമ്പോൾ നീ ഏത് പാർട്ടിയാണ്, നീ കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വിട്ട് കോൺഗ്രസ്സുകാരനാണ്, മാർക്സിസ്റ്റുകാരനാണ്, BJP-കാരനാണെന്ന് ചോദിക്കുന്നില്ല പുള്ളി. മനസ്സിലായോ? അപ്പോൾ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു MLA VD സതീശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ജനപിന്തുണയുള്ള നായകൻ തന്നെയെന്ന് നമുക്ക് ഷുവറായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ എന്ത് വന്നാണെങ്കിലും ഇവിടുത്തെ ജനപിന്തുണയൊന്നും ഒരിക്കലും എന്തൊക്കെ തരികിട കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജനപിന്തുണ നഷ്ടപ്പെടാത്ത ഒരു നേതാവുണ്ടെങ്കിൽ അത് VD സതീശൻ മാത്രമേ ഉള്ളൂ.